സ്വാമി സൂര്യ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് ലളിതാ സഹസ്രനാമത്തിൻ്റെ മൂന്നാമത്തെ ലെസൺസാണ്. ഇന്ന് പ്രധാനമായി പറയുവാൻ പോകുന്നത് ലളിതാ സഹസ്രനാമ ജപം തുടങ്ങുന്നതിന് മുമ്പ് ആ ജപിക്കുവാൻ ഉദ്ദേശിക്കുന്ന ആൾ ചെയ്യേണ്ട സങ്കല്പത്തെക്കുറിച്ചാണ്. സങ്കല്പം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, അത്രയേ ഉള്ളൂ. അതിന് സാൻസ്ക്രിറ്റിൽ സങ്കല്പം എന്ന് പറയും. ആ സങ്കല്പം ഇപ്പം നാം പറയാം. ആദ്യമായിട്ട് സാൻസ്ക്രിറ്റിലും പിന്നെ മലയാളത്തിലും പറയാം. ഈ രീതിയിൽ പറയണം. അസ്യ ശ്രീ ലളിതാ സഹസ്രനാമസ്തോത്രമഹാമന്ത്രസ്യ വശിന്യാദിവാഗ്ദേവതാഋഷയഃ അനുഷ്ടുപ്ഛന്ദഃ ശ്രീലളിതാ പരമേശ്വരീ ദേവതാ. പിന്നെ അവനവൻ്റെ പേര് നക്ഷത്രവും പറഞ്ഞ് തുടങ്ങണം. എൻ്റെ പേര് നക്ഷത്രവും പറയാം. എൻ്റെ പേര് സൂര്യനാരായണൻ, മകീരം നക്ഷത്രം, മൃഗശിരോ നക്ഷത്രേ മിഥുനരാശൗ ജാതസ്യ സൂര്യനാരായണനാമധേയസ്യ ശ്രീ ലളിതാ ത്രിപുരസുന്ദരീ മാതാ അനുഗ്രഹ ആശീർവാദ പ്രീതി പ്രസാദസിദ്ധ്യർത്ഥം ഭാനുവാസരപുണ്യകാലേ ചിത്രാനക്ഷത്രപുണ്യകാലേ കൃഷ്ണപക്ഷദശമേ പുണ്യകാലേ യഥാശക്തി ലളിതാ സഹസ്രനാമജപം കരിഷ്യേ. ഇത് ജപത്തിന് വേണ്ടി ആരെങ്കിലും ഭദ്രദീപം തെളിയിച്ച് പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ ചുവന്ന പുഷ്പങ്ങൾ ഉപയോഗിച്ച് പൂജ ചെയ്യാം. അതിന് ലളിതാ സഹസ്രനാമ പൂജാം കരിഷ്യേ. ധ്യാനമാണ് ഈ ലളിത സഹസ്രനാമം പറഞ്ഞ് ചെയ്യുന്നുണ്ടെങ്കിൽ, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ലളിതാ സഹസ്രനാമ ജപ ധ്യാനം കരിഷ്യേ. ഇതാണ് സങ്കല്പം. മൂന്നിനും മൂന്ന് വിധത്തിലുള്ള സങ്കല്പം. ഇതിനെ മലയാളത്തിൽ പറയാം. ഈ പേര് നക്ഷത്രവും മാത്രം മലയാളത്തിൽ, ബാക്കിയുള്ളതെല്ലാം അതേപോലെ തന്നെ. അസ്യ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രമഹാമന്ത്രസ്യ വശിന്യാദിവാഗ്ദേവതാ ഋഷയഃ ലളിതാ പരമേശ്വരീ ദേവതാ. മകീര്യം നക്ഷത്രം, മിഥുനം രാശിയിൽ ജനിച്ച സൂര്യനാരായണൻ എന്ന ഞാൻ ലളിതാ ത്രിപുരസുന്ദരീ മാതാവിൻ്റെ അനുഗ്രഹം, ആശീർവാദം, പ്രീതി, പ്രസാദം ലഭിക്കുവാൻ വേണ്ടി ഞായറാഴ്ചയും ചിത്രാനക്ഷത്രവും കൃഷ്ണപക്ഷ ദശമയും കൂടിയ ഈ ശുഭദിനത്തിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നു. പിന്നെ നമ്മൾ ചുവന്ന പൂക്കൾ ഉപയോഗിച്ച് അർച്ചന ചെയ്യുകയാണെങ്കിൽ ലളിതാ സഹസ്രനാമ അർച്ചന ചെയ്യുന്നു. ധ്യാനമാണെങ്കിൽ ലളിതാ സഹസ്രനാമ ധ്യാനം ചെയ്യുന്നു. ഇതാണ് സങ്കല്പം. ഈ സങ്കല്പം പറഞ്ഞിട്ടേ ലളിതാ സഹസ്രനാമം പാരായണമാണെങ്കിൽ പാരായണമോ പൂജയോ ധ്യാനമോ ചെയ്യുവാൻ പാടുള്ളൂ. സങ്കല്പം വളരെ നിർബന്ധമാണ്. അപ്പോൾ ഈ സങ്കല്പം എല്ലാവരും ബൈഹാർട്ട് ചെയ്യുക, ഹൃദയസ്ഥമാക്കുക. എന്നിട്ട് ലളിതാ സഹസ്രനാമം നമുക്ക്. പിന്നെ ഇത് കഴിഞ്ഞ് ഗുരുവന്ദനം ചെയ്യണം. അതിനുള്ള മന്ത്രവും പറയാം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീദക്ഷിണാമൂർത്തയേ നമഃ. ഗുരുവന്ദനം കഴിഞ്ഞു. ഇനി മഹാഗണപതി വന്ദനം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത്
സർവവിഘ്നോപശാന്തയേ. ഓം മഹാഗണപതയേ നമഃ. പിന്നെ സരസ്വതി ദേവിയെ നമ്മൾ വന്ദിക്കണം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം വാഗ്ദേവ്യൈ നമഃ. ഇത് കഴിഞ്ഞ് ലളിതാ സഹസ്രനാമത്തിലെ ധ്യാന ശ്ലോകം 4 ഉണ്ട്. ആ 4 പറഞ്ഞു കഴിഞ്ഞ ശേഷം ലളിതാ സഹസ്രനാമം തുടങ്ങണം. അപ്പോൾ ഇന്ന് ഇത്രയും മതി. അടുത്ത 4ാമത്തെ ലെസണിൽ ധ്യാന ശ്ലോകവും ലളിതാ സഹസ്രനാമവും പറയാം. ഇത് എല്ലാവരും ഹൃദിസ്ഥമാക്കണം. അത് കാരണം വീണ്ടും വീണ്ടും അത് പ്ലേ ചെയ്ത് ഹൃദിസ്ഥമാക്കുക. ഇത് സങ്കല്പം മസ്റ്റാണ്. ഗുരുവന്ദനം, ഗണപതി വന്ദനം, സരസ്വതി വന്ദനം എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ശരിയായ പൂജ ജപം തുടങ്ങുന്നതിന് മുമ്പ് നിർബന്ധമാണിത്. അത് കഴിഞ്ഞ് ധ്യാന ശ്ലോകവും നിർബന്ധമാണ്. അത് കഴിഞ്ഞ ശേഷമേ ലളിതാ സഹസ്രനാമം നമുക്ക് പാരായണം ചെയ്യുവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് ധ്യാനം ചെയ്യുവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന, ദിവസം അർച്ചന ചെയ്യേണ്ട, ദിവസം പാരായണം ചെയ്താൽ മതി. എന്തെങ്കിലും ഫെസ്റ്റിവൽ വീട്ടിൽ വരുമ്പോൾ, അതായത് ഒരാളുടെ ബർത്ത്ഡേ വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വെഡ്ഡിങ് ഡേ വരുന്നു, അതേമാതിരി അല്ലെങ്കിൽ നവരാത്രി 9 ദിവസവും 10ാമത്തെ ദിവസവും വിജയദശമി, ഈ 10 ദിവസങ്ങളിലും ചുവന്ന പുഷ്പങ്ങൾ ഉപയോഗിച്ച് അർച്ചന ചെയ്യാം. അതിൻ്റെ മന്ത്രം കഴിഞ്ഞ 2 ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ഓം ശ്രീ മാത്രേ നമഃ, ശ്രീ മഹാരാജ്ഞേ നമഃ, ആ രീതിയിൽ. അല്ലെങ്കിൽ ഇത് ഓം ശ്രീം ഹ്രീം ബീജാക്ഷരങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അവനവന് ഏത് രീതിയിൽ പറയുവാൻ ഇഷ്ടമുണ്ടോ ആ രീതിയിൽ പറയാം. ഏത് എളുപ്പം തോന്നുന്നു 3 രീതിയിലും പറയാം. ആ 3 രീതി 4 രീതി ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പറഞ്ഞു കഴിഞ്ഞു. അതിൽ 1 ഒഴിവാക്കി 3 രീതി മാത്രം കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ആഴ്ച, അതായത് അടുത്ത ഞായറാഴ്ച ഇതേമാതിരി റെക്കോർഡ് ചെയ്ത്. അപ്പോൾ ഇത് ഏത് ദിവസം നമ്മൾ ഈ ജപം ചെയ്യുന്നുവോ അല്ലെങ്കിൽ പൂജ ചെയ്യുന്നുവോ ആ ആഴ്ചയുടെ പേരും നക്ഷത്രവും ആ തിഥിയും അതുകൂടി പറഞ്ഞിട്ട് വേണം നമുക്കിത് ചെയ്യാൻ. പ്രത്യേകിച്ച് ഓർമ്മ വയ്ക്കുക. ഇതെല്ലാം ഹൃദിസ്ഥമാക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക. നിങ്ങൾക്കിഷ്ടമുള്ള ആൾക്കാരുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഇത് അയച്ചു കൊടുത്താൽ അവരും ലളിതാ സഹസ്രനാമം നല്ല രീതിയിൽ അവർക്കും പാരായണം ചെയ്യാം. ലളിതാ സഹസ്രനാമം വളരെ വളരെ വാല്യുബിളായിട്ടുള്ള ഒരു മന്ത്രമാണ്. നമുക്ക് വേണ്ടുന്ന എല്ലാം ഈ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും എല്ലാം പരാശക്തി മാത അഥവാ ലളിതാ ത്രിപുരസുന്ദരി ദേവി അനുഗ്രഹിച്ച് നമുക്ക് തീർച്ചയായിട്ടും നൽകും. അത് നിങ്ങൾക്ക് ഈ മന്ത്രം പറയുന്തോറും നിങ്ങൾക്കത് ജീവിതത്തിൽ അനുഭവപ്പെട്ട് വരും. ശ്രമിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനലിനെ. എല്ലാവരും ഷെയറും ചെയ്യുക. ഞങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക. We are your partners in your divine development. So thank you, thank you, thank you.